കോൺഗ്രസിനുള്ളിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചയെന്ന് പറഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ലീഗ് ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ലീഗിന് ഈ ഒരു ചർച്ചയിൽ കടുത്ത അതൃപ്തിയുണ്ട്. ലീഗ് യോജിക്കുന്നില്ല, ഇപ്പോഴേ ഉള്ള ഈ ചർച്ചയുടെ ആവശ്യമില്ല, റിസൾട്ട് വന്നതിന് ശേഷം പോരെ എന്നൊരു ചോദ്യം ലീഗ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ലീഗിൻ്റെ ഉള്ളിലും, അതായത് ലീഗ് നേതാക്കൾക്കുള്ളിൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് എപ്പോഴും പിന്തുണ കൊടുക്കാൻ പറ്റുന്നത് വി ഡി സതീഷിന് വേണ്ടി മാത്രമായിരിക്കും. അവർ വി ഡി സതീഷിനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് ഇപ്പോൾ ലീഗിനുള്ളിൽ നടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ലീഗ് സതീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അത് വളരെ ക്ലിയർ ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ ക്ലിയർ ആണ്. കാരണം വി ഡി സതീശനെ പോലൊരു നേതാവാണ് ശരിക്കും ന്യൂനപക്ഷത്തെ ഒരുപാട് പിന്തുണച്ചിട്ടുള്ളത്. ന്യൂനപക്ഷത്തിനെ തങ്ങൾക്ക് ആവശ്യമായ വോട്ടേഴ്സാണ് അത് എന്നുള്ള ധാരണയോട് കൂടി പെരുമാറിയത് വി ഡി സതീശൻ തന്നെയാണ്. അതുകൊണ്ട് സതീശൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും അത് അല്ലെങ്കിൽ സതീശൻ തന്നെ ആവണമെന്ന് തീരുമാനിക്കുന്ന കൂട്ടത്തിലുള്ള മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ SDPI തുടങ്ങിയ ന്യൂനപക്ഷ സമുദായ സംഘടനകളെല്ലാം സതീശനെ പിന്തുണയ്ക്കുന്ന, സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. പിന്നെ തന്നെയുമല്ല, വി ഡി സതീശനാണല്ലോ ഈ കഴിഞ്ഞ കാലം അത്രയും UDFന്റെ ചെയർമാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കഴിഞ്ഞ കാലം അത്രയും 5 വർഷക്കാലം കൊണ്ട് സർക്കാരിനെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവരികയും പലതും ചീഞ്ഞുപോയി എന്നുള്ളത് വേറെ വാസ്തവം. എന്നിരുന്നാൽ തന്നെയും ഒരു ലൈം ലൈറ്റ് നിൽക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ ടൈം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സംഘടനാപരമായി ഇപ്പം നോക്കിയോളൂ, ഇവിടെ ഒരു പുതിയുഗ യാത്ര നടത്തി. ആരായിരുന്നു എൻ്റെ പിന്നെ തുടക്കം മുതൽ ഒടുക്കം വരെയാണ് വി ഡി സതീശൻ തന്നെയായിരുന്നു. അവിടെയൊന്നും നമ്മൾ ചെന്നിത്തലയെ കണ്ടതേ ഇല്ല, ചെന്നിത്തലയെ കണ്ടില്ല, KC വേണുഗോപാൽ അല്ലായിരുന്നു. അവിടെ എല്ലാം മുന്നിൽ നിന്ന് നയിച്ച ഒരാൾ, KPC അധ്യക്ഷനായ സാറിന് സണ്ണി ജോസഫ് ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങേണ്ടതാണ്. പക്ഷെ സണ്ണി ജോസഫിനെ പോലും കണ്ടില്ല. KPCCയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ പോലും നയിച്ചേണ്ടില്ല. UDFന്റെ നേതൃത്വത്തിലല്ലേ ഇവിടെ ജാഥ വന്നത്. അപ്പം സണ്ണി ജോസഫിനില്ലാത്ത, KC വേണുഗോപാലിനില്ലാത്ത, രമേശ് ചെന്നിത്തലയ്ക്കില്ലാത്ത ഒരു പ്രാധാന്യം ഇവിടെ വി ഡി സതീശന് കിട്ടി. അതിലൂടെ വി ഡി സതീശൻ ശക്തനായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൽ ഇന്നൊരു പക്ഷേ പാരവണി ഇല്ലെങ്കിൽ ഒരിക്കലും വലിച്ചു താഴെയിടാൻ കഴിയാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് വി ഡി സതീശൻ വളർന്നു കഴിഞ്ഞു. അത് വാസ്തവമാണ്, അതിൽ മാറ്റാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഉണ്ടായത് സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്ക് അപ്പുറത്തേക്കൊരു നിലപാടിലേക്ക് സതീശൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം, ഈ ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ നടത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് തന്നെ SNDPയും NSSും ചേർന്നിട്ട് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പം ഒരു ഭൂരിപക്ഷ പിന്നെ സമുദായങ്ങളെല്ലാം കൂടി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഇനിയും തനിക്ക് ഒന്നും കിട്ടില്ല. തന്നെയല്ല, പിന്നെ ഇവിടെയുള്ള കണിച്ചുകുളങ്ങര തമ്പുരാനാണെങ്കിൽ ഇയാളെ ചീത്തയും വിളിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഉടനെ തീരുമാനം എടുത്തു, എന്താ അടുത്ത ന്യൂനപക്ഷത്തിന് പിന്നാലെ പോവാ, അല്ലാതെ വേറൊന്നുമില്ല. അതിന് പെന്തക്കോസ്ത് സഭയുടെ പരിപാടിക്ക് വരെ വി ഡി സതീശൻ പോയി. രാത്രിയിൽ സ്വന്തം വാഹനം ഒഴിവാക്കിയിട്ട് പോയി. പിന്നെ ഒരു സഭാ നേതൃത്വത്തിന്റെയും ഒരു വർഗീയ ഫാസിസ്റ്റുകളുടെയും തിണ്ണ നിരങ്ങില്ല എന്ന് പറയുന്ന വി ഡി സതീശൻ തിണ്ണ നിരങ്ങിയിട്ടുണ്ടെന്നേ, രഹസ്യമായി തിണ്ണ നിരങ്ങി അതിനു വേണ്ടിയിട്ട്. അപ്പം അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ സാമുദായിക പ്രീണന നയം, ഇത് വലിയ പ്രാധാന്യമുണ്ട്. അത് ന്യൂനപക്ഷ പ്രീണന നയം എന്നിപ്പോൾ കറക്റ്റായിട്ട് ആംഗിൾ ചെയ്ത് പറയുന്നതായിരിക്കും ശരി. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കിക്കോളൂ, ഇതേ ന്യൂനപക്ഷ പ്രീണനത്തിന് മകുടോദാഹരണമാണ് നമുക്കറിയാവുന്ന പോലെ ഇത്തവണ ബേപ്പൂര് മത്സരിക്കുന്ന PV അൻവറിന് കൊടുത്തിരിക്കുന്ന സീറ്റ്. നമുക്കറിയാം ബേപ്പൂരിൽ എന്തുകൊണ്ട് PV അൻവറിന് കൊടുത്തു, അദ്ദേഹം ന്യൂനപക്ഷമായതുകൊണ്ടാണെന്നേ. ഇവിടെ നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവറിന് മുമ്പിൽ ഞങ്ങൾ വാതിലടച്ചു എന്ന് അസന്നിഗ്ധമായി പറഞ്ഞൊരു പ്രതിപക്ഷ നേതാവിനെ നമുക്കറിയാം. അയാളുടെ പേര് വി ഡി സതീശൻ എന്നാണ്. എന്നിട്ട് പിന്നീട് അയാളെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം അന്ന് രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ വീട്ടിൽ പോകുന്ന 11:45 രാത്രിയിൽ അവിടെ പോയി PV അൻവറിനെ അനുനയിപ്പിച്ചു. അതിനുശേഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന് ഇത്തവണ സീറ്റുണ്ട്. എവിടെ? ബേപ്പൂരിൽ. അതും വളരെ പ്രാധാന്യമുള്ള സീറ്റല്ലേ, കേരളത്തിലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സീറ്റാണ് ബേപ്പൂര്. പിണറായി വിജയന്റെ മരുമോഹനും പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന സീറ്റാണെന്നേ, പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിൽ അത്രയും പ്രാധാന്യമുള്ള സീറ്റ് PV അൻവറിന് കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു? PV അൻവർ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളായുണ്ട. ഇതേപോലെ അസോസിയേറ്റ് അംഗങ്ങളായുള്ള സണ്ണി എം കവിക്കാടും അതോടൊപ്പം തന്നെ CK ജാനു, എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കാതിരുന്നത്? അവർക്കും സീറ്റ് കൊടുക്കായിരുന്നല്ലോ. മാനന്തവാടി അവരുടെ സീറ്റല്ലേ, എന്തുകൊണ്ടാണ് മാനന്തവാടിയിൽ അവർക്ക് സീറ്റ് കൊടുക്കായിരുന്നത്? വൈക്കത്ത് എന്താ സണ്ണി എം കവിക്കാടിന് സീറ്റ് കൊടുക്കായിരുന്നത്? അവിടെ അവർ ന്യൂനപക്ഷമല്ല, അവർ രണ്ടുപേരും ന്യൂനപക്ഷത്തിൽപ്പെട്ടതല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് സീറ്റ് കൊടുത്തില്ല.
അവർക്ക് സീറ്റ് കൊടുക്കുക, ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് മാത്രം തെരഞ്ഞെടുപ്പ്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ VD സതീശനോട് ന്യൂനപക്ഷ സംഘടനകൾക്ക് താല്പര്യം ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. സമസ്തയുടെ വേദിയിൽ കയറിയിരുന്നുകൊണ്ട് VD സതീശൻ എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി വന്ന് ഭീകരവാദത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ VD സതീശൻ വന്നിട്ട് സമുദായത്തെയും വർഗീയതയുമാണ് VD സതീശൻ സംസാരിച്ചിട്ട് പോയത്. വളരെ വ്യക്തമല്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേതാവായി വളർന്നു വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഈ കാലഘട്ടങ്ങളിലെല്ലാം അല്ല ഇക്കാലം അത്രയും അല്ലെങ്കിൽ ഈ 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹം കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ള ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയ പ്രീണന നയം അത് തന്നെയാണെന്നേ, വേറെ ആരുമില്ല. പിന്നെ ഇതിൽ ബാലൻസിങ് നടന്നിട്ടുണ്ട്. ഇത് ബാലൻസിങ് എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് NSSന്റെ പുത്രനാണെന്നേ. NSSന്റെ പുത്രനാണ് പിന്നെ ഈ പറയുന്ന ചെന്നിത്തല. അപ്പൊ ചെന്നിത്തല നിൽക്കുന്നിടത്ത് തന്നെ NSSകാർ വെള്ളം കൊഴിക്കും എന്നുള്ള ഓരോ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇതും അറിയാം. ഈ പറയുന്ന പോലെ ചെന്നിത്തല നിൽക്കുന്നതുകൊണ്ട് ഈ ഭൂരിപക്ഷം ചെന്നിത്തലയും KC വേണുഗോപാലും നമ്മുടെ ഇദ്ദേഹം കൂടെ സുധാകരനും എല്ലാം കൂടെ നിൽക്കുന്നതുകൊണ്ട് ഭൂരിപക്ഷ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാകില്ല. അപ്പൊ അതുപോലെ ന്യൂനപക്ഷ വോട്ടുകളും ചേർത്ത് നിർത്തണം. അതിനുവേണ്ടി ഇല്ലാത്ത കള്ളക്കഥയൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ പ്രീണനം പിടിച്ചു പറ്റി. SDPI നിർത്തിയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ. എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയെ അതൊരു മതരാഷ്ട്രവാദികളാണ് എന്ന് ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തതാ. എന്നിട്ട് പോലും അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് പറയുന്ന ഒരു ക്ലീൻ പിക്ചർ ഉണ്ടാക്കി കേരളത്തിന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതിനെ കുറെ ദിവസം ചർച്ചയിലേക്ക് വിടുകയും ചെയ്തു. ഇങ്ങനെ ഈ രീതിയിൽ വളരെ തന്ത്രപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ മുസ്ലിം സമുദായങ്ങളുടെ എല്ലാം പിന്തുണ പിടിച്ചു പറ്റുകയും ചെയ്ത VD സതീശൻ തന്നെയാണ് മിക്കവാറും ഒരു ഹീറോ സ്ഥാനത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ലീഗിന്റെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ലീഗിന് വേറെ ആരും വരുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. KC വേണുഗോപാൽ വരുന്നതിനോടോ രമേശ് ചെന്നിത്തല വരുന്നതിനോടോ ഒന്നും താല്പര്യമില്ല. പിന്നെ ഈ പറയുന്ന പോലെ UDF എന്ന് പറയുന്ന മുന്നണിയെ വളരെ കൃത്യമായി കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു നേതാവ് എന്നും VD സതീശനെ തന്നെയാണ് അവർ കാണുന്നത്.